Hi guys, welcome to my YouTube channel The Garden Home. എല്ലാവരുടെയും ആഗ്രഹമാണ് വീട്ടിലെ ചെടികളിലെല്ലാം നിറഞ്ഞ് പൂക്കൾ പിടിക്കണം എന്നുള്ളത്. പലരുടെയും വിഷമാണ് നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ചെടികളിലൊക്കെ നിറയെ പൂക്കളുണ്ട്, നമ്മുടെ വീട്ടിലെ ചെടിയിൽ എന്താണ് ഇതുപോലെ പൂക്കൾ ഉണ്ടാവാത്തത് എന്നുള്ളത്. അതിനി ആരും വിഷമിക്കേണ്ട, എല്ലാവർക്കും അറിയാമായിരിക്കും. എങ്കിലും അതിനൊരു സൊല്യൂഷൻ കൂടിയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. നഴ്സറിക്കാർ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വളമില്ലേ, DAP എന്ന് പറയുന്നത്. അതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഒരു വീട്ടിൽ നിന്ന് കഴിക്കുന്ന അച്ചാറായിരിക്കത്തില്ല മറ്റു വീട്ടിൽ പോയിട്ട് കഴിക്കുമ്പോൾ. അതുപോലെയാണ് DAPയുടെ കാര്യം എന്ന് പറയുന്നത്. പല പല ബ്രാൻഡിലും പല പല രൂപത്തിലും ഭാവത്തിലൊക്കെ DAP ഉണ്ട്. അതെല്ലാം ഒരുപോലെ വർക്കാവണമെന്നില്ല. ചിലത് വർക്കാവും, ചിലത് വർക്കാവത്തില്ല. ചിലത് നല്ല രീതിയിൽ പൂക്കൾ തരും, ചിലത് പൂക്കൾ തരത്തില്ല. അതുകൊണ്ട് ഒരു വട്ടം മാത്രം DAP വാങ്ങിയിട്ട് ഇതെനിക്ക് വർക്കാവില്ല എന്ന് പറഞ്ഞ് ഒഴിയരുത്. എൻ്റെ കയ്യിൽ 2 തരത്തിലുള്ള DAP ഉണ്ട്. ഒന്ന് ബ്ലാക്കും ഉണ്ട്, ഒന്ന് വൈറ്റും ഉണ്ട്. ഒന്ന് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്, ഒന്ന് അടുത്തുള്ള നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത് ബ്ലാക്കാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള വൈറ്റാണ്, പക്ഷേ എനിക്ക് ബ്ലാക്കാണ്. പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന യൂട്യൂബിലൊക്കെ വീഡിയോസ് ഇടുന്ന ഇൻഫ്ലുവൻസർ ആയാലും അല്ലെങ്കിൽ പ്ലാന്റ്സ് സെല്ല് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആയാലും ഒരുപാട് DAPകളുടെ ബ്രാൻഡുകൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അത് നിങ്ങൾ വാങ്ങി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വർക്കൗട്ട് ആയിരിക്കാം. അല്ലെങ്കിൽ അടുത്തുള്ള നഴ്സറിയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. DAP എന്ന് തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ. ഈ DAP എന്ന് വെച്ചാൽ എന്താണ്? ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ആണ്. അതായത് ചെടി വളരാനും പൂവിടാനും വേണ്ടിയിട്ടുള്ള 2 മൂലകങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഒന്നെന്ന് പറയുന്നത് നൈട്രജനും ഒന്നെന്ന് പറയുന്നത് ഫോസ്ഫറസും. ഈ 2 സംഭവങ്ങളാണ് നമ്മുടെ ചെടിയെ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. മാത്രമല്ല ഇത് സോളുബിൾ ആണ്, അതായത് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ ലയിക്കുകയും അതുകൊണ്ട് തന്നെ റൂട്ട് ഇത് പെട്ടെന്ന് അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ ചെടിയെ നല്ല രീതിയിൽ വളരാനും പൂവിടാനും സഹായിക്കും. ഇത് പൂവിടാൻ മാത്രമല്ല, നമ്മുടെ ചെടികളിൽ നല്ല നല്ല ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവണമെങ്കിലും ഈ DAP യൂസ് ചെയ്യാറുണ്ട്. ഈ 2 എന്ന് പറയുന്നത് 2 തരത്തിലുള്ള DAP ആണ്. ഒന്ന് വൈറ്റും ഒന്ന് ബ്ലാക്കും. പിന്നെ കുറച്ചുകൂടെ ബ്ലാക്ക് കളറിലുള്ള DAPകളും ഉണ്ട് കേട്ടോ. അപ്പോൾ വൈറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് വെള്ളത്തിൽ ലയിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കും വെള്ളത്തിൽ ലയിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് 2ഉം യൂസ്ഫുള്ളാണ്. പലർക്കും പേടി കാണുമായിരിക്കും, DAP ഒക്കെ ഒരുപാട് യൂസ് ചെയ്താൽ നമ്മുടെ ചെടി നശിച്ചു പോകുമോ എന്നൊക്കെ. ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ DAP കുറേ നാളുകൾ കൊണ്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ ചെടിയിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. പക്ഷേ എപ്പോഴും DAP ഞാൻ യൂസ് ചെയ്യാറില്ല. പലപ്പോഴും നമ്മുടെ വീട്ടിലും കിച്ചണിലൊക്കെ ഓർഗാനിക് വളങ്ങളായിട്ടുള്ള നമ്മുടെ ഉള്ളിത്തൊലിയും മുട്ടത്തോടൊക്കെ തന്നെയാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത്. പക്ഷേ എന്നാലും ആണ്ടിലൊരിക്കൽ ഇതുപോലെയുള്ള കെമിക്കൽ വളങ്ങളായിട്ടുള്ള DAP ആയാലും NPK ആയാലും ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ചെടിയെ കാര്യമായിട്ട് ഒന്നും ബാധിക്കാനില്ല. 3 സ്പൂൺ DAP എന്ന് പറയുന്നത് 1 ലിറ്റർ വെള്ളത്തിൽ സോൾബിൾ ആവാൻ വേണ്ടി, അതായത് ലയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ലിക്വിഡ് ഫോമിലുള്ള DAP ആണ്. ഇത് നമുക്ക് ചെടികളിൽ തളിച്ചു കൊടുക്കുകയോ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം. 2 രീതിയിൽ നമുക്ക് DAP ചെടികളിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിലൊന്നാണ് നമ്മുടെ ലിക്വിഡ് ഫോമിൽ യൂസ് ചെയ്യുന്ന DAP എന്ന് പറയുന്നത്. കുറച്ച് സമയം എടുക്കും ബ്ലാക്ക് സോൾബിൾ ആവാൻ വേണ്ടിയിട്ട്, അതായത് വെള്ളത്തിൽ ലയിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല രീതിയിൽ സോളുബിൾ ആവും. നമുക്കിത് ചെടികളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. DAP എന്ന് പറയുന്നത് പല രീതിയിലും ഭാവത്തിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ടും മണ്ണിൽ ഇട്ട് കൊടുക്കാം, വെള്ളത്തിലൂടെയും മണ്ണിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചത് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്ന DAPയുടെ കണക്കാണ് കേട്ടോ. 1 ലിറ്ററിൽ 3 സ്പൂണൊക്കെ കുഴപ്പമില്ല, അത്രയും പ്രശ്നക്കാരനൊന്നുമല്ല. DAP നമ്മുടെ ചെടിയെ കരിച്ച് കളയത്തൊന്നുമില്ല. പേടിക്കാതെ നമുക്ക് DAP ഇട്ട് കൊടുക്കാം. DAP ഇടുന്നതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഇനി അങ്ങോട്ട് പറഞ്ഞു തരാം. DAP ഏതൊരു രീതിയിൽ നമ്മൾ ഇടുന്നതിന് മുമ്പേ നമ്മുടെ പോട്ടിലെ കളകളായാലും ചെറിയ ചെറിയ പോച്ചകളായാലും ചെടികളായാലും നീക്കം ചെയ്യാന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യത്തെ ഡ്യൂട്ടി തന്നെ നമ്മുടെ ചെടിയിലെ പോച്ചകളെല്ലാം പറിച്ച് കളയുക. അത് കഴിഞ്ഞിട്ട് പോട്ട് നല്ല ക്ലീൻ ആക്കി വെച്ചതിന് ശേഷമേ നമുക്ക് DAP ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ചെടിച്ചട്ടി ക്ലീൻ ആക്കിയതിന് ശേഷം ഇതുപോലെ ചെടിച്ചട്ടിയുടെ ചുറ്റും ഒന്ന് ഇളക്കി കൊടുക്കുന്നത് വളരെ നിർബന്ധമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. DAP ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ചെടിയിൽ എഫക്റ്റ് ആവണമെങ്കിൽ ഇതുപോലെ ഇളക്കി കൊടുക്കണം, നിർബന്ധമാണ്. DAP ഇട്ട് കൊടുക്കുമ്പോൾ ചെടിയുടെ പ്രായം അനുസരിച്ചും ചെടിയുടെ പോട്ടിൻ്റെ വണ്ണം അനുസരിച്ചും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ചെറിയൊരു മീഡിയം സൈസ് പോട്ടാണ്, അല്ലെങ്കിൽ കുറച്ച് പ്രായമേറിയ ചെടിയാണെങ്കിൽ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തതുപോലെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അതുമല്ലെങ്കിൽ ചെറിയ പ്ലാന്റ് ആണെങ്കിൽ ചെറിയ തരിയോളം അല്ലെങ്കിൽ ഒരു 4-5 പീസ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഏറ്റവും കൂടുതലും DAP യൂസ് ചെയ്യുന്നത് കുറച്ച് പ്രായമായിട്ടുള്ള ചെടികളിലാണ്. കുറച്ച് പൂക്കളൊക്കെ വിരിയാൻ തുടങ്ങുന്ന ചെടികളിൽ മാത്രമേ നിങ്ങൾ DAP ഇട്ട് കൊടുക്കാവുള്ളൂ.
കുഞ്ഞു കുഞ്ഞു ചെടികളിലൊന്നും DAP ഇട്ട് കൊടുക്കേണ്ടത് ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് വലുതായിട്ടുള്ള പ്ലാന്റിൽ മാത്രമേ DAP ഇട്ട് കൊടുക്കാവുള്ളൂ. മെജോറിറ്റി കേസസിലും എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് പൂക്കൾ പിടിച്ച് നിൽക്കുമ്പോൾ DAP ഇട്ട് കൊടുക്കാവോ ഇല്ലയോ എന്ന്. നമ്മൾ കൂടുതലും പൂക്കൾ നിറഞ്ഞു പിടിക്കാൻ വേണ്ടിയിട്ടാണ് DAP ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പൂക്കളില്ലാതെ DAP ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള പൂക്കൾ വരുന്നതാണ്. അതുകൊണ്ട് പൂക്കൾ നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം DAP ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പൂ പിടിച്ച് നിൽക്കുമ്പോൾ DAP ഇട്ട് കൊടുത്തു എന്നും പറഞ്ഞിട്ട് വേറെ പ്രശ്നമൊന്നും വരത്തില്ല. പക്ഷേ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന DAP എന്ന് പറയുന്നത് പൂക്കൾ പിടിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സ്റ്റേജിലാണ് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ പ്രൂണിങ് ഒക്കെ കഴിഞ്ഞ് ചെടിയെ നല്ല വൃത്തിയാക്കിയിട്ടാണ് ഞാൻ എപ്പോഴും DAP ഇട്ട് കൊടുക്കാറ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പൂക്കൾ ഉള്ളപ്പോൾ DAP ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ പൂക്കൾ പിടിക്കാൻ വേണ്ടിയിട്ടാണ് DAP ഇടുന്നത്. അപ്പോൾ പ്രൂണിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ DAP ഇടാൻ നോക്കുക. അപ്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള DAP വെള്ളത്തിൽ സോളിബിൾ ആയിട്ടുണ്ട് നല്ല രീതിയിൽ. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ലിക്വിഡ് ഫോമിലുള്ള DAP ആണ്. ഇത് ലിക്വിഡായിട്ട് നമുക്ക് ഓർക്കിഡിലായാലും മറ്റ് ചെടികളിലായാലും ഒഴിച്ചു കൊടുക്കാം. വേറെ പ്രശ്നമൊന്നുമില്ല. പൂക്കളുള്ള ഏതൊരു ചെടിയിലും ഇത് ഓക്കെയാണ്. സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഓർക്കിഡിലൊക്കെ. 1/2 ലിറ്റർ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. നേരത്തെ കലക്കി വെച്ച വെള്ളം അതിലേക്ക് അടിച്ച് നല്ല രീതിയിൽ ഡൈല്യൂട്ട് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ എടുത്തത് 3 സ്പൂൺ DAP എന്ന് പറയുന്ന 1 ലിറ്റർ വെള്ളം എന്ന കണക്കിലാണ്. ഇത് നമുക്ക് ചെടിയുടെ ചോട്ടിലാണ്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. നിറയെ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. കൂടുതലും വൈകുന്നേരങ്ങളിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. മഴയത്ത് ഒഴിച്ചു കൊടുക്കാതെ മഴയില്ലാത്ത സമയത്ത് ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹോംലി ഫിഗാനിൽ കുറച്ച് കോംബോ ഓഫറൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി പാക്കിംഗ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. വേറെ ഒരു കൊളാബോ ഒന്നും അല്ല. അപ്പോൾ എൻ്റെ പേഴ്സണലി എനിക്കിഷ്ടമാണ് ഈ പാക്കിംഗ് ഒക്കെ ഓക്കെ ആയ ചെടികളെന്ന് പറയുമ്പോൾ പിന്നെ പേടിക്കേണ്ടതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിൽ കുറച്ച് കോംബോ ഓഫറുകളും അല്ലാത്ത ഓഫറുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മിഡ് നൈറ്റ് ബ്ലൂ ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഇത് എവിടെ നിന്നാണ് വാങ്ങിയത്, എങ്ങനെയാണ് വാങ്ങിയത്. ഞാൻ മിഡ് നൈറ്റ് ബ്ലൂ ഹോംലി ഫിഗാനിലല്ല വാങ്ങിയത്, എന്നാലും ഇതിലുണ്ട്. അപ്പോൾ പാക്കിംഗ് ഒക്കെ ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് വാങ്ങി നോക്കുക. എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ കാണും DAP എന്ന് പറയുന്ന റോസിന് മാത്രമാണെന്ന്. അല്ല, തന്നെ ഇതുപോലെയുള്ള ഫ്ലവറിങ് പ്ലാന്റ്സിനൊക്കെ DAP ഇട്ട് കൊടുക്കാം. നിറയെ പൂക്കളുണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ.